ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റുന്ന, നമ്മൾ കർക്കിടക കഞ്ഞിയൊക്കെ കുടിക്കാറുണ്ട്, അതേപോലെ കഴിക്കാൻ പറ്റുന്ന, ഇവിടെ ഉലുവച്ചോറ്, ഉലുവ ലേഹ്യം എന്നൊക്കെ പറയും, ആ ഒരു ഡിഷാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിവിടെ ഞാൻ ഉണങ്ങലരിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് കഴുകി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഒരു 1/2 കപ്പ് ഉലുവയും കൂടിയും ആവശ്യമുണ്ട്. അത് ഞാൻ തലേന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണത്. ആ കുതിർത്ത് വെച്ച ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് രണ്ടും കൂടി ഒരുമിച്ച് തന്നെ വേവിച്ചെടുത്താൽ മതി. അത് രണ്ടും കൂടി ഒരുമിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അതിലേക്ക് അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ശർക്കരയും കൂടിയും ഇട്ട് കൊടുക്കാം. ഒരു 4-5 ശർക്കരയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഒരു അരമുറി തേങ്ങ ചിരവിയതും കൂടിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയാണ് അതിനായിട്ട് ആവശ്യമുള്ളൂ. ഇത് വളരെ ഹെൽത്തിന് നല്ലതാണ്. പ്രത്യേകിച്ച് ഇത് സ്ത്രീകൾക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇതൊരു പായസം പോലെ കഴിക്കേണ്ട ഒന്നല്ല. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതിന് മുന്നേയിട്ട് ഒരു 2-3 സ്പൂണ് കഴിക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5-6 ദിവസമൊക്കെ കഴിക്കുക കേട്ടോ. അത് വളരെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ ഇതുവരെ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കുക. അപ്പോൾ ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.